ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ശിവഭഗവാന്റെ കണ്ണുകളായി വിളങ്ങുന്ന രുദ്രാക്ഷത്തെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. രുദ്രാക്ഷത്തെ അണിയുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് അണിയുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ് ബെനഫിറ്റ്സ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും നമ്മൾ ആത്മീയമായിട്ടും സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു മതത്തിൻ്റെ അടയാളമായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാലല്ല കേട്ടോ. നമ്മൾക്ക് ശരീരബലം, മനബലം, ആരോഗ്യം അങ്ങനെ എല്ലാത്തിനെയും തരുന്നതാണ് ഈ രുദ്രാക്ഷം. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ രുദ്രാക്ഷത്തിന് മുകളിൽ വീഴുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ ഗംഗാജലത്തിൽ കുളിച്ച ഫലം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതിനാൽ ഈ രുദ്രാക്ഷത്തെ അണിഞ്ഞുകൊണ്ട് കുളിക്കുന്നത് ഓരോ ദിവസവും ഗംഗാജലത്തിൽ മുങ്ങിക്കുളിച്ചതിൻ്റെ പുണ്യം നമുക്ക് തരും. ഇതിനേക്കാൾ ഒരു പുണ്യം നമുക്ക് വേണോ? നമ്മളത് ചിന്തിക്കണം അല്ലേ? ചിന്തിക്കേണ്ട കാര്യമാണ്. സയൻറ്റിഫിക്കായിട്ട് ഈ രുദ്രാക്ഷം നമുക്കുള്ളിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ ഏർപ്പെടുത്തും എന്ന് അതും നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് ഒട്ടിക്കിടക്കുന്നത് പോലെയാണ് നമ്മൾ അണിയുന്നത്. രുദ്രാക്ഷം ശരീരത്തിൻ്റെ കഴുത്തുഭാഗത്ത് അല്ലെങ്കിൽ ഈ മാറിൻ്റെ ഭാഗത്ത് ഒട്ടിയ വിധത്തിൽ നമ്മൾ അണിയുമ്പോൾ ശരീരത്തിനുള്ളിൽ ഏർപ്പെടുത്തുന്ന പല വിധത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു കഴിവ് ഈ രുദ്രാക്ഷത്തിനുണ്ട്. സയൻറ്റിസ്റ്റുകൾ ഇതിനെ പരിശോധന ചെയ്ത് പല നിറയെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അധികമായ ടെൻഷൻ, നിറയെ പേരെ നോക്കുമ്പോൾ ഈ ദേഷ്യം, ടെൻഷൻ വരുന്നു എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അധിക അളവിൽ വരുന്ന ടെൻഷൻ, എല്ലാവരും ഭയപ്പെടുന്ന പ്രമേഹം, ഷുഗർ, അതല്ലാതെ നിറയെ പേർക്ക് ഈ മാനസിക സമ്മർദ്ദമുണ്ടാകും. അതുവഴി ഏർപ്പെടുന്ന ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദയത്തിൽ ഏർപ്പെടുന്ന അസുഖങ്ങൾ, ക്യാൻസർ, BP എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള അസുഖങ്ങളെ നീക്കുന്ന കഴിവ് ഈ രുദ്രാക്ഷത്തിനുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഇത്ര അസുഖങ്ങളെ മാറ്റാൻ കഴിവുള്ള ഒരു അപൂർവമായ ഒരു പൊരുളാണ് ഈ രുദ്രാക്ഷം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ചിലർക്കെങ്കിലും, ഞങ്ങൾ ഒരു രുദ്രാക്ഷം വാങ്ങി അത് കഴുത്തിലണിയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് പോലെ ഒരു ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, BP, ഷുഗർ ഇതുപോലുള്ള ഒരു അസുഖങ്ങളും വരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു രുദ്രാക്ഷം വാങ്ങി ഇട്ടാൽ പോരെ, അപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റുന്ന അതിന് ആൻസർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും വരുന്നവരും ഉണ്ട്, ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അവർക്കുള്ള ഉത്തരം എന്താണ്? ഇൻഡ്യൂഷൻ എന്ന് പറയില്ലേ? ഇൻഡ്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളൊരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് ഏത് വിധത്തിൽ കഴിയും എന്നത്, അതിനെപ്പറ്റി എങ്ങനെ ഇത് തീരും എന്നതിനെപ്പറ്റിയുള്ള ആരംഭത്തിലേ അത് നമ്മളെ ഉണർത്തും. ഇത് ശരിയായിരിക്കും, നമ്മൾ ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഇതിൽ ഏതോ ഒരു ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇത് ചെയ്യേണ്ട, തള്ളി വയ്ക്കാം എന്നെല്ലാം നമ്മൾക്ക് മുൻകൂട്ടിയേ മനസ്സിലൊരു വിചാരം ഉണ്ടാകും. അതാണ് ഈ ഉള്ളുണർവെന്ന് പറയുന്നത്. ഒടുവിൽ ആ തീർവ് വളരെ ശരിയായിരിക്കും ചില സമയങ്ങളിൽ. അത് ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ രുദ്രാക്ഷം അണിയുന്നവർക്ക് ആ ഉള്ളുണർവ് അധികമായിട്ട് കിട്ടും. അപ്പോൾ ഇനിയുമുള്ള ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ഈ രുദ്രാക്ഷത്തെ അണിഞ്ഞുകൊണ്ട് ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്ത് ആ മനസ്സിനെ ശാന്തപ്പെടുത്തുന്ന അവസ്ഥയിലാണ് നമ്മൾക്ക് ആ ഒരു ഉണർവുണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്കാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആ ധ്യാനത്തിൽ പറയുന്ന 7 ചക്രങ്ങളില്ലേ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെയുള്ള 6 ആധാരങ്ങളെയും കടന്ന് സഹസ്രാരത്തെ നോക്കി പോകുമ്പോൾ ഓരോരോ മണ്ഡലങ്ങളായി നമ്മുടെ ആത്മശക്തിയെ എടുത്തുകൊണ്ട് പോകുന്ന ആ വേഗത്തെ നിയന്ത്രിക്കുന്ന കഴിവ് ഈ രുദ്രാക്ഷത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജ്ഞാനികളും മഹാന്മാരും എല്ലാവരും എപ്പോഴും ഈ രുദ്രാക്ഷത്തെ അണിഞ്ഞുകൊണ്ട് തപസ് ചെയ്യുന്നത്. ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ധ്യാനം ചെയ്യുമ്പോഴും മനസ്സിനെ ഒരുനിലപ്പെടുത്താനുള്ള ആ ഒരു കഴിവും ഈ രുദ്രാക്ഷത്തിനുണ്ട്. കുട്ടികൾ രുദ്രാക്ഷത്തെ അണിയുമ്പോൾ അവർക്ക് നല്ല ഓർമ്മശക്തി കിട്ടും. ആ പഠിക്കുന്ന വിഷയങ്ങളിലെല്ലാം നല്ല ഒരു ശ്രദ്ധയുണ്ടാകും, ഉണർവുണ്ടാകും. അതേപോലെ പെൺകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും രുദ്രാക്ഷം അണിയുമ്പോൾ ആ ശരീരത്തിന് കിട്ടുന്ന ആ ഉന്മേഷത്തിനെയും ശരീരത്തിലുണ്ടാകുന്ന രോഗാണുക്കളെ നീക്കാനുള്ള കഴിവും
അതെല്ലാം കിട്ടുന്ന ഒരു ഔഷധ ഗുണം നമ്മൾക്ക് തരുന്നതാണ് ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും പല വിധത്തിലുള്ള നന്മകൾ തരുന്ന ഒരു ദൈവിക തന്മയുള്ള ഒരു ഒന്നാണ് ഈ രുദ്രാക്ഷം. രുദ്രാക്ഷത്തെപ്പറ്റി അറിയാനാണെങ്കിൽ നിറയെ വിഷയങ്ങളുണ്ട്. നമ്മൾക്ക് ഓരോരോ വീഡിയോയിലൂടെ അത് നമ്മൾക്ക് കണ്ടുവരാം, അറിഞ്ഞുകൊണ്ടുവരാം. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.